പഠിത്തമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സാമിന് ഏകദേശം ഒരു 3 മാസമൊക്കെ ബാക്കിയുള്ള ടൈമിൽ ഓൾമോസ്റ്റ് ഡെയിലി ഒരു 10 മണിക്കൂറോളം പഠിക്കും. പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് തലയിൽ കയറുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ്. പക്ഷേ ഇപ്പോൾ ഏകദേശം എക്സാമിന് കുറച്ച് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ള ടൈമിൽ ഒരേ ബുക്ക് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്, ഒരേ പേജ് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഫീലിംഗ് ഡിസ്ട്രാക്റ്റഡ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുക. ആൻഡ് സംടൈംസ് ഐ ഈവൻ ക്വസ്റ്റ്യൻ മൈ സെൽഫ്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ? ഇഫ് നിങ്ങളും ഇതേ ഫീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് യു ടു നോ, നിങ്ങൾ മാത്രമല്ല ഈ ജേർണിയിലുള്ളത്. ഓൾമോസ്റ്റ് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഏത് സ്റ്റുഡൻസിനും എക്സാം അടുപ്പിച്ചാകുമ്പോൾ വരുന്ന ഫീലിങ്സ് ആണത്. Now let's try to actually understand what is happening over here. Your brain is overloaded. പണ്ട് നമ്മൾക്കാകെ ഒറ്റ സിമ്പിൾ ഗോളുള്ളായിരുന്നു, ഇന്നത്തെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഏകദേശം എക്സാം അടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എൻറ്റയർ സിലബസിൻ്റെ ആ വെയിറ്റ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, റിവിഷൻ ചെയ്യണം, RPP, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ്, എക്സാമിൻ്റെ ഫിയർ, റിസൾട്ടിൻ്റെ ആങ്സൈറ്റി. ഇമാജിൻ ഒരു ഫോണിൽ നിങ്ങളൊരു 40 ആപ്പ് ഒന്നിച്ച് റൺ ചെയ്യാൻ നോക്കുകയാണ്. അതിനിപ്പോൾ എത്ര നല്ല ഫോണാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ലാഗ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണതും സിമിലർ പാറ്റേണിലാണ്. സോ നോ വാട്ട് ഷുഡ് വി ഡു അബൌട്ട് ഇറ്റ്? നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ആ മൗണ്ടെയിൻ എന്നുള്ള സംഭവത്തിനെ പറ്റി ചിന്തിക്കാതെ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ഇറ്റ്സ് ലൈക്ക് ഡോണ്ട് തിങ്ക് അബൌട്ട് ഓക്കെ എനിക്കിനി ടോട്ടൽ 18 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് അങ്ങനെ ചിന്തിക്കാതെ അടുത്ത ഒരു 45 മിനിറ്റ്സ് ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് മാത്രം ചിന്തിക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. റീസൺ നമ്പർ 2, യു തിങ്കിങ് അബൌട്ട് ദി റിസൾട്ട് മോർ ദൻ സ്റ്റഡിങ്. പണ്ട് നമ്മൾ മൈൻഡിനാകെ പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ തിങ്ക് ചെയ്യാൻ സിമ്പിൾ ടോപ്പിക്കേ ഉള്ളായിരുന്നു, ഇന്ന് ഞാൻ എന്ത് പഠിക്കണം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ട് ഇഫ് ഐ ഫെയിൽ, വാട്ട് ഇഫ് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും പാസ്സായിപ്പോയി, എൻ്റെ പാരൻസ് എന്ത് പറയും, എൻ്റെ കരിയർ എങ്ങനെ എഫക്റ്റഡ് ആവും. നോട്ടീസ് സംതിങ് ഓവർ ഹിയർ. നിങ്ങൾ ബുക്കിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഓൾറെഡി എക്സാം ഹോളിൻ്റെ പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. എവറി മിനിറ്റ് സ്പെൻഡ് വെറിയിങ് അബൌട്ട് ദി റിസൾട്ട് ഈസ് എ മിനിറ്റ് സ്റ്റോളൺ ഫ്രം യുവർ പ്രിപ്പറേഷൻ. റീസൺ നമ്പർ 3, യു ആർ മിസ്റ്റേക്കിംഗ് റിവിഷൻ ഫോർ ഫൊഗെറ്റിംഗ്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ മെസ്സേജ് അയക്കാറുള്ളത്, സാറേ ഞാൻ പഠിച്ചതൊക്കെ ഏകദേശം മറന്നുപോയി. ദിസ് ഇസ് എ മിസ്കോൺസെപ്ഷൻ. യെസ്, മേ ബി യെസ്, ഞാൻ നിങ്ങളോട് ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ആൻസർ ചിലപ്പോൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. ബട്ട് ദ മൊമെൻറ്റ് അതിൽ ആ ഫസ്റ്റ് ലൈന് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പോയിൻറ്റ്സ് മൊത്തം നമ്മൾ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത് വരും. ദിസ് ഇസ് എ കോൺസെപ്റ്റ് നോൺ ആസ് കോൺടെക്സ്റ്റ് റിറ്റൻഷൻ മെമ്മറി. നമ്മുടെ ബ്രെയിനിലെല്ലാം സ്റ്റോറായി കിടക്കുന്നുണ്ട്, പക്ഷേ അതിന് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് കിട്ടണം. സോ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ സ്റ്റഡി ടൈമിൽ ഇരുന്നാണ്ട് എല്ലാ സബ്ജക്ട്സും നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദി എക്സാം ഹോൾ. എസ്പെഷ്യലി നിങ്ങൾ എക്സാമിന് അടുപ്പിച്ച് തൊട്ട് മുന്നേ റിവിഷൻ ടൈമിൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഇറ്റ്സ് ഓൺലി ഫോക്കസിങ്, യുവർ ബ്രെയിൻ ഇസ് ഫോക്കസിങ് ഓൺലി ഓൺ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അതിൽ ട്രിഗർ ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ആവില്ല, പക്ഷേ വേറെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ ആൻസർ ചിലപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ആവും. എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഈ ആൻസർ നമുക്ക് സ്ട്രൈക്കായി വരുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു ഇമാജിൻ ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾ ചിലപ്പോൾ 1-2 അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പോയ ഒരു പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ അന്ന് എന്താണ് അവിടെ നിന്ന് കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വീണ്ടും അതേ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ എക്സാക്ട്ലി റിമെമ്പർ ഞാൻ ഏത് ടേബിളിലായിരുന്നു അത്, ഏതൊക്കെ ഡിഷസാണ് അവർ സെർവ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഡിഷിലായിരുന്നു എരിവ് കൂടുതലുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫാക്ടേഴ്സും ഓർമ്മ വരാൻ തുടങ്ങും. ദാറ്റ്സ് ഹൗ അവർ ബ്രെയിൻ വർക്ക്സ്. ഇറ്റ് ഇസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ട്രിഗേഴ്സ്. സോ നിങ്ങൾ ചിലപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല എന്നൊക്കെ തോന്നും. റിവിഷൻ ഈസ് സപ്പോസ് ടു എക്സ്പോസ് യുവർ വീക്ക് ഏരിയാസ്. ഫൈൻഡിങ് മിസ്റ്റേക്സ് ഡസൻറ്റ് മീൻ യു ആർ ബിക്കമിങ് വീക്കർ. ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് യു ആർ ബീയിങ് എക്സാം റെഡി. റീസൺ നമ്പർ 4, യു ആർ എക്സോസ്റ്റിംഗ് യുവർ സെൽഫ്. ഒരുപാട് സ്റ്റുഡൻസ് പ്രൗഡ്ലി പറയണത് ഞാൻ കേൾക്കാറുണ്ട്, സാറേ ഞാൻ 4 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ. ദാറ്റ് ഇസ് നോട്ട് ഡെഡിക്കേഷൻ, യു ആർ റെഡ്യൂസിങ് യുവർ ബ്രെയിൻസ് പെർഫോമൻസ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്രെയിൻ സ്റ്റോർ ചെയ്യണത്. സോ നിങ്ങൾ സ്ലീപ്പിൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ വാട്ട് യു ആർ ഓൾമോസ്റ്റ് എക്സാക്ട്ലി ഡൂയിങ് ഇസ് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ ഇരുന്ന് പഠിച്ചിട്ട് രാത്രിയാകുമ്പോൾ ആ പഠിച്ചതിലൊരു പകുതി ഫയൽസും ഡിലീറ്റ് ചെയ്യുക. സ്ലീപ്പ് വെൽ, ഈറ്റ് വെൽ, കുറച്ച് ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യുക. യുവർ ബ്രെയിൻ ഈസ് നോട്ട് എ മെഷീൻ. റീസൺ നമ്പർ 5, യു ട്രൈങ് ടു ബി പെർഫെക്റ്റ്. നൗ ദിസ് ഇസ് ദ ഫൈനൽ ട്രാപ്പ്. നമ്മളിൽ പലരും ഒരേ ചാപ്റ്ററിൽ ചിലപ്പോൾ 3, 4, 5 മണിക്കൂറൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് വേറൊരു 4, 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. റിമെമ്പർ, പ്രൊഫഷണൽ എക്സാംസിൽ പെർഫെക്ഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കംപ്ലീഷൻ. കുറച്ച് ടോപ്പിക്സിൽ എക്സ്പേർട്ട് ആവുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ ആവുക അറ്റ്ലീസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സ് ഒന്ന് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രോഗ്രസ് ഈസ് മോർ വാല്യുബിൾ ദാൻ പെർഫെക്ഷൻ. സോ ഇഫ് നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ലെസ് പ്രൊഡക്റ്റീവാണ്, ഡോണ്ട് കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് എനിക്ക് മടി വന്ന് തുടങ്ങി. അതുകൊണ്ടല്ല, പലപ്പോഴും ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് യു ബീങ് അണ്ടർ പ്രഷർ.
ആൻഡ് പ്രഷർ പലപ്പോഴും നമ്മൾ ഓവർ പ്രൊഡക്റ്റീവ് ആക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഫ്രം ടുഡേ, ഡോണ്ട് കോമ്പീറ്റ് വിത്ത് അതർ സ്റ്റുഡൻസ്, ഡോണ്ട് കോമ്പീറ്റ് വിത്ത് യെസ്റ്റർഡേ. ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ് വൺ ക്വസ്റ്റ്യൻ: ഡിഡ് ഐ ഓണസ്റ്റ്ലി മേക്ക് എനി പ്രോഗ്രസ് ടുഡേ? ആൻഡ് ഇഫ് യുവർ ആൻസർ ഇസ് യെസ്, ദാറ്റ് ഈസ് ഹൗ മോസ്റ്റ് സ്റ്റുഡൻസ് ക്ലിയർ പ്രൊഫഷണൽ എക്സാംസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു ആർ ഓൾസോ പ്രിപ്പയറിംഗ് ഫോർ പ്രൊഫഷണൽ കോഴ്സസ്. പലപ്പോഴും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബിഗസ്റ്റ് റിലീഫ് ഈ ഫീലിങ്സ് ഒന്നും എനിക്ക് മാത്രമല്ല ഉള്ളത്, എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള റിയലൈസേഷനാണ്. ക്വിക്ക് അപ്ഡേറ്റ്: നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, വെർബൈ നമ്മൾ ഡൗട്ട് ക്ലിയറൻസ്, എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം, ആൻഡ് എക്സാം സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ഫുള്ള് ഷെയർ ചെയ്ത് പോകുന്നൊരു കമ്മ്യൂണിറ്റി. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഇഫ് യു ഹാവൻ ജോയിൻഡ് യെറ്റ്, ജോയിൻ സൂൺ.